നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പോലീസോ? പോലീസ് എന്തിനാ ഇപ്പൊ വന്നത്? റീന മാഡം വിളിച്ചിട്ട് വന്നതായിരിക്കും. ഹലോ, ആ ഗേറ്റ് തുറന്നേ. എന്താ സാർ പ്രശ്നം? ഈ ഹോസ്റ്റൽ മൊത്തത്തിൽ പ്രശ്നത്തില. ഞാൻ ചാർജ് എടുത്ത അന്ന് മുതൽ ഈ ഹോസ്റ്റലിനെ കുറിച്ച് പരാതികളെ കിട്ടുന്നുള്ളൂ. എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ വരുന്നത്? നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല സർ. അതെ, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വനിതാ ഹോസ്റ്റലായണ്ടേ സാറുമാർ സാധ്യതയില്ല. നിങ്ങളെന്താ കുന്തം മെഴുകി പോലെ നോക്കൊണ്ടിരിക്കുന്നത്? മേഡം എന്തിയേ? മേഡം ഉണ്ട് സർ, ഓഫീസിലുണ്ട്. ഞാൻ അവരെ ഒന്ന് കാണട്ടെ. ചില സത്യങ്ങൾ പൊളിച്ചെടുക്കാനുണ്ട്. മാഡം, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോലീസ് വന്നത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതൊക്കെ നിങ്ങൾ അറിയുന്ന എന്തിനാ? എന്തെങ്കിലും കാര്യമില്ലാതെ വെറുതെ പോലീസ് ഇതിനകത്ത് വരില്ലല്ലോ. ഓ ശരി മാഡം. വാർഡന്റെ റൂമിലേക്കാണല്ലോ പോലീസ് കയറി പോകുന്നത്. റീനാമെ പോലീസ് പൊക്കോ? നമ്മുടെ തിരക്കഥ വിജയിച്ചു തുടങ്ങി. ഇനി റീനാമ പ്രതിസന്ധിയിലാവും. അതോടെ 5 സുന്ദരികൾ ഇവിടെ നിന്ന് ഔട്ട്. സാർ എന്താ വന്നത്? പോലീസിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. പോലീസിന്റെ സഹായം ആവശ്യമുള്ള ഒരു പ്രശ്നം ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇവിടെ എന്ത് പ്രശ്നം? പ്രശ്നം മാഡം മറച്ചു വെക്കാനൊന്നും ശ്രമിക്കണ്ട, തുറന്ന് പറഞ്ഞോളൂ. സാർ എന്താ ഈ പറയുന്നേ? സാർ എന്നെ വിളിച്ചപ്പോ തന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാനത് പറഞ്ഞിട്ടും പോലീസ് ഇവിടെ വന്നത് ശരിയായില്ല. ഈ ഹോസ്റ്റൽ മുറ്റത്ത് പോലീസ് ഇടയ്ക്കിടെ വരുന്നത് എനിക്കും ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ് സർ. ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് പോലീസിനെ ഒഴിവാക്കുന്നത് ബുദ്ധിമോശമായിരിക്കും മേഡം. റോസ്മേരി ഹൗസിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് പോലീസിനാണോ ആഗ്രഹം? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല മേഡം. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയണം. ഈ ഹോസ്റ്റലിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണോ? ഇവിടെ നിന്ന് ഒരു കുട്ടിയും മിസ്സായിട്ടില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കാം. ഇനി ഒരൊറ്റ ചോദ്യം. വൃന്ദ എസ് അയ്യർ എവിടെ? വൃന്ദയോ? ആ കുട്ടി കൂട്ടുകാർക്കൊപ്പം പുറത്തു പോയിരിക്കുകയാണല്ലോ. ഈ പുറത്തുപോയ വൃന്ദ തിരികെ എത്തുന്നു മാഡത്തിന് ഉറപ്പുണ്ടോ? സർ, ഉറപ്പുണ്ടോ? പുറത്തു പോകുന്ന കുട്ടികൾ രാത്രി 9 മണിക്ക് മുൻപ് തിരികെ എത്തണമെന്നാണ് ഇവിടുത്തെ റൂൾ. അതിനകം വൃന്ദയും ഫ്രണ്ട്സും ഇവിടെ എത്തുമായിരിക്കും. അപ്പോഴും മാഡത്തിന് ഉറപ്പില്ല? എനിക്കുറപ്പുണ്ട്, അവരെത്തും. അല്ല, ഈ വൃന്ദയുടെ മുത്തശ്ശനും ആന്റിയും ഇവിടെ ഒന്ന് കാത്തിരിക്കുന്ന എന്തിനാ? കുട്ടികളുടെ ഗാർഡിയൻസ് ഇവിടെ വരുന്നത് പുതിയ കാര്യമല്ല സർ. വൃന്ദയുടെ മുത്തശ്ശനും ആന്റിയും വന്നത് രാവിലെ മുതൽ ആ കുട്ടിയെ കാണാതായതുകൊണ്ടല്ലേ? നോ സർ, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. മാഡം, ആ 5 പെൺകുട്ടികളെ ഇങ്ങനെ വെള്ള പൂശാൻ ശ്രമിക്കരുത്. എനിക്കവര് വെള്ള പൂശേണ്ട കാര്യമില്ല. വൃന്ദയുടെ ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചതാ. വൃന്ദ ഫ്രണ്ട്സിന്റെ കൂടെയുണ്ട്. ആ കുട്ടിയുടെ സ്കൂട്ടർ കേടായതുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി അവരെവിടെയോ നിൽക്കുകയാണ്. ആ 5 പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആവരുത് മാഡം. ശരി, നിങ്ങൾ അവരെ ഒന്നുകൂടെ വിളിക്കേ. എനിക്ക് അവരോട് സംസാരിക്കണം. പ്ലീസ് കോൾ ദം. കോള് കിട്ടുന്നില്ല അല്ലേ? അവരുടെ ആരുടെയും ഫോൺ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ.
ആ 5 പേരെയും ഇപ്പോ കിട്ടുന്നില്ല അല്ലേ? അത് അവരുടെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ചാ. അപ്പോ ഒരാളല്ല 5 പേരും മിസ്സിംഗ് ആണ്. സർ, ഈ ബാക്കി 4 പേരുടെ പേരൻസ് എപ്പോഴാ വരുന്നത്? ഈ വൃന്ദയുടെ മുത്തശ്ശനും ആന്റി ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവരെനിക്കൊന്ന് കാണണം. സർ, ഇപ്പൊ ഈ പ്രശ്നം അവരോടൊക്കെ പറയണം. പോലീസ് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചാ അവര് ടെൻഷനാവും. കാണാതായിരിക്കുന്നത് മാഡത്തിന്റെ മക്കളെ അല്ലല്ലോ മാഡം. പോലീസിന്റെ പണി ചെയ്യാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. എനിക്ക് അവരെ കാണിച്ചു തരണം. നേരം സന്ധ്യയാവാറാവുന്നു. നിന്നെ വീട്ടിലെത്തിക്കാനും എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് പോവാൻ വേണമല്ലോ. ഇവിടെ രാത്രി യാത്ര അപകടമാണെന്നല്ലേ ആ സ്ത്രീ പറഞ്ഞ? അപ്പൊ താനെങ്ങനെ പോവും? ഇവിടെ സ്റ്റേ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഹോസ്റ്റലിൽ എത്തിയേ പറ്റൂ. 9 മണി കഴിഞ്ഞാ എന്നെ ഇവിടെ കയറ്റിയില്ല. ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ടെൻഷനിലായിരിക്കും. തനിച്ചു പോവാൻ തനിക്ക് പേടിയില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പൊയ്ക്കോളാം. എനിക്ക് വഴി അറിയാം. നീ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലെത്താൻ നോക്ക. ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ പോവാം. എന്നാ പിന്നെ തമ്പുക്കോ. നീ വീട്ടിലെത്തിയെന്ന് ഞാനെങ്ങനെ അറിയും? എങ്ങനെ അറിയാനാ? നിന്റെ കയ്യില് ഫോണൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്നെ അന്വേഷിക്കാതിരിക്കുന്നത് നല്ലത്. എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാലോ. എന്നാ ഞാൻ പോട്ടെ.